അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. സച്ചരിതരായ പൂർവികരായ മഹത്തുക്കൾ പോയ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആനിൽ 17 തവണ പ്രാർത്ഥിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നാണ്. ഹിദായത്തിന്റെ വഴിയിൽ ഞങ്ങളെ ചേർത്തണം. ആ വഴിയെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാതെ പിൻഗാമിയായി നല്ലവനായിട്ട് ചമയാൻ സാധ്യമല്ല. നമ്മുടെ മുൻഗാമികളിൽ പ്രഗത്ഭനായ ഒരു ഷെയ്ഖായിരുന്നു, ഒരു വലിയായിരുന്നു. മഹാന്മാരായ അഖ്താബികളിൽപ്പെട്ട പ്രമുഖനായിരുന്നു മഹാനായ റിഫാഇ ശൈഖ് തങ്ങള്. ഒരിക്കൽ ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് റിഫാഇ ശൈഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ തന്റെ തൊഴുത്തില് ഒരു കള്ളനെ കണ്ടു. കള്ളനെ കണ്ട ഉടനെ അന്താളിച്ച് നിൽക്കുന്ന കള്ളൻ തിരിച്ചും കണ്ടു. ആ സമയത്ത് പേടിച്ചു നിൽക്കുന്ന കള്ളന്റെ അരികിലേക്ക് ചെന്ന് ശൈഖ് അവറുകൾ പറഞ്ഞു, ഐ സയ്യിദി ഐ മുബാറകു ലാ ബഅസ അലൈക മാ ഇൻദക ഇല്ലൽ ഖൈർ. നീ ഭയപ്പെടേണ്ട, എന്റെ അരികിൽ ഖൈറല്ലാതെ ഒന്നുമില്ലല്ലോ. ഐ വലതി, എന്റെ പൊന്നു മോനെ, അളുന്നുക ലഈഫ, നീ ഒരു പാവമാണ്, നീ ഒരു ദുർബലനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വഹാദിഹി ബഖറു അൽ ഫുഖറാ ഇജാഫ്, ഇത് പാവപ്പെട്ടവരുടെ ഫഖറാണ്, ഇത് പാവപ്പെട്ടവരുടെ പശുവാണ് മോനെ. അതുകൊണ്ട് ബൽ തആൽ ഖൽഫി ഹത്താ അദുല്ലുക അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള, നിനക്ക് പറ്റുന്ന ഒരു പശുവിനെ ഞാൻ കാണിച്ചു തരാമെന്ന് മഹാനായ ശൈഖ് റിഫാഇ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. മഹാനായ ശൈഖ് റിഫാഇ തങ്ങളവറുകൾ കള്ളനെയും കൂട്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ തൻ്റെ മകളുടെ മകന്റെ സയ്യിദ് ഇബ്രാഹിം അസബ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്രാഹിമുൽ അസബ് റളിയല്ലാഹു അൻഹു പോറ്റി വളർത്തുന്ന തൻ്റെ ഉടമസ്ഥതയിലുള്ള മൃഗത്തെ കാണിച്ചു കൊടുത്തിട്ട് കള്ളനോട് പറഞ്ഞു, മോനെ, ശിഷ്യന്മാര് വരുന്നതിന്റെ മുമ്പ് ഈ മൃഗത്തെ നീ അഴിച്ചു കൊണ്ടുപോകൂ. പാവപ്പെട്ട ഫഖീർമാർ, ശിഷ്യന്മാർ വരുന്നതിന്റെ മുമ്പ് ഇത് നീ അഴിച്ചു കൊണ്ടുപോകൂ. ശൈഖ് അവറുകൾ തന്നെ പരിഹസിക്കുകയാണെന്ന് കള്ളന് മനസ്സിലായി. അവൻ ഭയത്തോടെ ചെന്ന് മൃഗത്തെ കെട്ടയച്ചു കൊണ്ടുപോയി മൃഗത്തെ തെളിച്ചു കൊടുത്ത് ശൈഖ് അവറുകൾ ഉമ്മു അബീദ മുതൽ കർനാത്ത വരെ പിന്നാലെ തുടർന്നു. കർനാത്തയിലെത്തിയപ്പോൾ പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തു. കള്ളനോട് പറഞ്ഞു, മോനെ, ഇനി ഈ ഗേറ്റിലൂടെ പോയാൽ നിനക്ക് മോനെ ഐ വലതി ഇതിലൂടെ പോയാൽ കച്ചവട സംഘങ്ങൾ നിന്റെ അരികിലൂടെ കടന്നു പോകും. അപ്പോൾ ഈ മൃഗത്തെ അവർക്ക് വിൽപ്പന നടത്തുക. അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് നിന്റെ കുടുംബം പോറ്റുക. നിന്റെ ഭാവി സമയങ്ങളിലേക്ക് ഉപകാരപ്പെടുകയും ചെയ്യുമല്ലോ. ശേഷം ശൈഖ് അവറുകൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പ്രഭാതമായപ്പോൾ ചെറിയ കുട്ടിയായ ഇബ്രാഹിം ഇബ്നു അസ്അബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് തന്റെ ഉപ്പപ്പാന്റെ അരികിലേക്ക് വരികയാണ്. റിഫാഇ ശൈഖ് തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ്, നമ്മുടെ വാഹനം, നമ്മുടെ മൃഗത്തെ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മഹാനവറുകൾ കൊടുത്ത മറുപടി, മോനെ, ഐ വലതി ഫീ സബീലില്ലാഹ് ലാ യഗ്തം സദ്റുക ഫറബ്ബുനാ യഖ്ലുഫു അലൈനാ വഅലൈക ഖൈറൻ മിൻഹാ. നീ വിഷമിക്കണ്ട മോനെ, അത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അതിന് പകരം നമ്മുടെ രക്ഷിതാവ് അതിനേക്കാൾ ഖൈറായത് നൽകും. ശൈഖ് അവറുകൾ കുട്ടിയെ സമാധാനിപ്പിച്ചു. ഈ കള്ളൻ ദിഖ്ലയിലെത്തുകയും മൃഗത്തെ വിറ്റ് പിന്നീട് ആവശ്യ പൂർത്തീകരണം നടത്തുകയും ചെയ്തു. പിന്നീട് ശൈഖ് റിഫാഇ തങ്ങളുടെ സഹനത്തെക്കുറിച്ച് ചിന്തിച്ച് ഉമ്മു അബീദ എന്ന് തന്റെ നാട്ടിൽ വന്നിട്ട് ശൈഖ് അവറുകളുടെ മുമ്പിൽ വന്ന് തൗബ ചെയ്യുകയും പിൽക്കാലത്ത് വലിയൊരു സ്വാലിഹീങ്ങളിൽപ്പെട്ട മഹാനാവുകയും ചെയ്തു എന്ന് ചരിത്രത്തിലുണ്ട്. ഖിലാഫത്തുൽ ജവാഹിറിൽ 59-ാമത്തെ പേജിൽ ഈ ചരിത്ര സംഭവം വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനേ,
നമ്മുടെ മുമ്പിൽ വരുന്ന എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും എത്ര വലിയ ഹറാമിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവനാണെങ്കിലും അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ മോശത്തരങ്ങൾ പറയാതെ അവൻ്റെ നന്മകൾ പറയുകയും അവന് നന്മയിലേക്ക് വരാനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ.